പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2025 വർഷത്തിന്റെ 12ാമത്തെ മാസത്തിന്റെ അവസാന ദിനമാണ് ഇന്ന്. ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിച്ച് മുൻപോട്ട് വരുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ ഒരു വർഷക്കാലം ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ ദൈവമക്കളെ, നമുക്ക് നന്ദിയല്ലാതെ എന്താണ് ദൈവത്തിന് കൊടുക്കുവാനുള്ളത്? ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മെ സംരക്ഷിക്കുന്നവനായ ദൈവം ഈ 2025 വർഷത്തിന്റെ ജനുവരി മാസം 1-ാം തീയതി മുതൽ ഈ 31-ാം തീയതി രാവിലെ വരെയും ദൈവം നമ്മെ പരിപാലിച്ചില്ലേ? അനർത്ഥങ്ങൾ ഒരുപാട് ജീവിതത്തിൽ വന്നെങ്കിലും അത് വ്യസന കാരണമാകാതെ വണ്ണം മരണകരമായ പലതും നമ്മെ തൊട്ടു, നമ്മെ പിടിച്ചു. എന്നാൽ അവിടെയൊന്നും മരണത്തിന് വിട്ടുകൊടുക്കാതെ നമ്മെ ഇവിടെ വരെ കൊണ്ടുവന്നത് ദൈവമാണെങ്കിൽ ഈ പകൽവേള ദൈവത്തിന് നന്ദി പറയണം. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഓർക്കുവാനുള്ള ചില അനുഭവങ്ങളാണ്. നമ്മൾ എവിടെയാണോ നമുക്ക് ഈ വർഷക്കാലം നമുക്ക് വീഴ്ചകൾ സംഭവിച്ചു പോയത്, എവിടെയാണോ നമുക്ക് കുറവുകൾ സംഭവിച്ചു പോയത്, ആ കുറവുകളെ നമ്മൾ പരിഹരിച്ചു വേണം പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ. വർഷത്തിന്റെ ആരംഭത്തെങ്കിൽ നമ്മൾ എടുത്ത പല തീരുമാനങ്ങളും, ദൈവത്തിന്റെ സന്നിധിയിൽ എടുത്ത പല തീരുമാനങ്ങളും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ വേളയിൽ ദൈവം നിങ്ങളോട് സംസാരിപ്പാൻ എന്നെ ഏൽപ്പിക്കുന്ന ഒരു വചനം ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈ വർഷാവസാന സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുവാൻ എന്നെ ഏൽപ്പിച്ച വചനം, നിങ്ങൾ എഴുന്നേറ്റേ പറ്റൂ. അതിന് കാരണമുണ്ട്. അവിടെ പറയുന്ന 2 കാര്യങ്ങൾ: നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, 2 യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ തേജസ് വീണം ദൈവ പൈതൽ ഇരിക്കാനുള്ളവനല്ല. ദൈവത്തിന്റെ കൃപ പ്രാപിച്ച ദൈവ പൈതൽ എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കുവാനുള്ളതല്ല. നീ എഴുന്നേറ്റ് നിൽക്കണം. നമ്മൾ എഴുന്നേൽക്കുന്നതാണ് പിശാചിന് ഇഷ്ടമില്ലാത്തത്. വർഷത്തിന്റെ ആരംഭത്തെങ്കിൽ നമ്മൾ പലതിൽ എഴുന്നേറ്റവരാ, പല തീരുമാനങ്ങൾ കൊണ്ട് എഴുന്നേറ്റു. പക്ഷെ ആ തീരുമാനങ്ങളൊന്നും പൂർത്തീകരിക്കുവാൻ കഴിയാതെ പിശാച് നിന്നെ ഇരുത്തിക്കളഞ്ഞില്ലേ? നിന്നെ രോഗിയാക്കിയില്ലേ? നിന്റെ മനസ്സിനെ തകർത്തില്ലേ? നിന്റെ കുടുംബത്തെ തകർത്തില്ലേ? നിന്റെ തലമുറകളെ തകർത്തില്ലേ? നിന്റെ സാക്ഷി ജീവിതത്തെ തകർത്തില്ലേ? നിന്റെ ആത്മീക മണ്ഡലങ്ങളെ തകർത്തില്ലേ? നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തകർത്തില്ലേ? നിന്റെ ആരാധന ജീവിതത്തെ തകർത്തില്ലേ? നിന്നെ പിശാച് ഒരിടത്ത് ഇരുത്തിക്കളഞ്ഞില്ലേ? പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നീ എഴുന്നേറ്റേ പറ്റൂ. കാരണം നിത്യപ്രകാശം നിന്റെ തലയിൽ വീട് കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ വീണിരിക്കുക. അതുകൊണ്ട് നീ എഴുന്നേൽക്കണം. എന്തിനാ? പ്രകാശം വരുത്തുവാൻ. പുതിയ വർഷക്കാലം നിനക്ക് ദൈവം നൽകുമ്പോൾ പുതുകൃപയോടും പുതിയ ശക്തിയോടും ആത്മശക്തിയോടും അഭിഷേകത്തോടും കൂടെ പുതിയ തീരുമാനത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവാത്മാവ് പറയുന്നു, എഴുന്നേൽക്കാൻ പറയുകയാ. വീഴ്ച വരുത്തിയവൻ പിശാചാണെങ്കിൽ, നിന്നെ തളർത്തിയിട്ടവൻ പിശാചാണെങ്കിൽ, പിശാചിന്റെ മുൻപിൽ നീ ജയിച്ചു കയറണം. അതാ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവവേദലേ, നിന്റെ ആത്മീകം എവിടെ നിൽക്കുന്നു? നിന്റെ പ്രാർത്ഥനാ ജീവിതം എവിടെ നിൽക്കുന്നു? നീ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് നേടിയത്, നീ ആരാധിച്ച് നേടിയത് ഇന്ന് നിനക്ക് കഴിയാതിരിക്കുമ്പോൾ ദൈവാത്മാവ് വീണ്ടും പറയുന്നു, നീ എഴുന്നേൽക്കുക. നിന്റെ കൈകാലുകൾ ബലപ്പെടട്ടെ. ആത്മാവിലൊന്ന് സ്തുതിക്ക്, ആത്മാവിലൊന്ന് ബലപ്പെട്. ഇവിടെ പ്രവാചകൻ വിളിച്ചു പറയുന്നു, എഴുന്നേൽക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഓ സ്തോത്രം. ആകയാൽ എഴുന്നേറ്റ് നമ്മൾ പണിയണം. അതേ, നമ്മൾ ഇനിയും നിന്ന മാത്രമാകരുത്. 2026 പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനു മുൻപേ ഒരു തീരുമാനമെട്. എല്ലാ കുറവുകളെയും ദൈവസന്നിധിയിൽ പരിഹരിച്ചേറ്റുമറിഞ്ഞ് ആ വീണ് കിടക്കുന്ന സാഗരത്തിൽ നിന്നും ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് ഒരു ഗർജിക്കുന്ന സിംഹത്തെ പോലെ ആത്മശക്തിയോടുകൂടെ മുൻപോട്ട് കുതിക്കത്തക്ക നിലയിൽ ആത്മാവിന്റെ കൃപ പ്രാപിച്ച അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ മേൽ അത്യന്തം പരമായ ദൈവങ്ങളുടെ ഒരു അഭിഷേക തൈലം നിന്റെ മേൽ വീണ് ദൈവമേതലാണെങ്കിൽ നീ തളർന്നിരിക്കേണ്ടവനല്ല, നീ വീണു പോകേണ്ടവനല്ല. നീ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കേണ്ട ദൈവമേതല. ഇനിയും നിനക്ക് ദീർഘദൂര യാത്രയുണ്ട്. നീ ക്ഷീണിച്ചു പോകരുത് ദൈവമേതലെ. എഴുന്നേൽക്ക്. ആത്മാവ് ദൂത് പറയുന്നു, ഈ വചനത്തെ
വചനത്തിന് മുമ്പിൽ നീ എഴുന്നേൽക്കുക. നിന്റെ പ്രാർത്ഥനാ ജീവിതം തുടങ്ങട്ടെ, നിന്റെ ആരാധന തുടങ്ങട്ടെ, നിന്റെ ഉപവാസം ആരംഭിക്കട്ടെ. നീ ആത്മാവിൽ കത്ത് അഭിഷേകത്താൽ ദൈവത്തെ സ്തുതിക്ക്. ആത്മനിർവൃത്തി പ്രാപിച്ച് ദൈവകൃപയുടെ മഹത്വം പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ അഭിഷേകത്തോടെ മുൻപോട്ട് പോകുവാൻ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വചനം തീർത്തുന്നു. ദൈവം ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒറ്റ ദൂത എഴുന്നേൽക്ക്. ഇതുവരെ സംഭവിച്ചതെല്ലാം മറന്ന് പുതിയ കൃപയോട് പുതിയ ശക്തിയോട് എഴുന്നേൽക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ. കുറുബകളെ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. അത് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചറിയിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.